Hi students, Business Communication Module 2 Types of Organizational Communicationലെ ഫസ്റ്റ് ടോപ്പിക്കാണ് എയ്ഡ മോഡൽ. അതായത് എയ്ഡ മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് കൂടുതൽ സജീവമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഡിജിറ്റൽ ആയിക്കോട്ടെ, അഡ്വർടൈസിങ് ആയിക്കോട്ടെ, ബിസിനസ് മേഖലകളിലൊക്കെ ഈ അഡ്വർടൈസിങ് എന്നുള്ള കാര്യം വളരെ സജീവമായതുകൊണ്ട് തന്നെ ഈ ഐഡ മോഡലും ഇന്നത്തെ കാലത്ത് വളരെ സജീവമാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ബിസിനസ് ഫീൽഡിലുള്ള ആൾക്കാർ, അതായത് ഓർഗനൈസേഷൻസ്, ഫേംസ്, ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഫേംസുകൾ, ഇവരൊക്കെ എന്താണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലിലും അഡ്വർടൈസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർ അഡ്വർടൈസിങ് നടത്തുന്നത് ഈ ഒരു ഐഡ മോഡൽ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്വർടൈസിങ് നടത്തുന്നത്. അതായത് ഇവർ കസ്റ്റമേഴ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് അഡ്വർടൈസിങ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് അവർ നടത്തുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് അറ്റൻഷൻ. അതായത് ഓരോ ഓർഗനൈസേഷൻസും അവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് അറ്റൻഷൻ്റെ പേരിലാണ്. അതായത് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾ ബൈ ചെയ്യണം, അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, അവരുടെ പ്രൊഡക്ഷന് ഒരു അറ്റൻഷൻ കിട്ടണം കസ്റ്റമേഴ്സിൻ്റെ കീഴിൽ. അതായത് ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവർ ഫസ്റ്റായിട്ട് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയിക്കുകയാണ്, അതായത് അവരുടെ അറ്റൻഷൻ നേടിയെടുക്കുകയാണ്. ദ സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റ്. അങ്ങനെ അറ്റൻഷൻ കൊടുത്തു, അതിനുശേഷം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിലൂടെ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് എന്താണ് അവർക്ക് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഫെസിലിറ്റിയും കൂടി നമ്മൾ ആ ഒരു അഡ്വർടൈസിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫെസിലിറ്റി വേണ്ട കസ്റ്റമേഴ്സിന് അതിലോട്ടൊരു ഇൻട്രസ്റ്റ് വരും, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനൊരു താല്പര്യം വരും. അതാണ് നമ്മൾ വേറൊരു ഇൻട്രസ്റ്റിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അറ്റൻഷനും കിട്ടി, ഇൻട്രസ്റ്റും കിട്ടുന്നു. ദ തേർഡ് വൺ ഈസ് ഡിസയർ. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് തനിക്ക് ആപ്റ്റാണെന്ന് ആ ഒരു കസ്റ്റമർ, ആ ഒരു ജനം മനസ്സിലാക്കിയിട്ട് അവരത് വാങ്ങണം, അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഡിസയർ വരികയാണ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതവർക്ക് ബൈ ചെയ്യണം എന്നുള്ള കാര്യം വരികയാണ്. ദ ഫോർത്ത് വൺ ഈസ് ആക്ഷൻ. അങ്ങനെ അവർ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറ്റൻഷൻ, അവർക്ക് അറിവ് കിട്ടി, അത് എന്തിനുള്ളതാണെന്ന് അറിവ് കിട്ടിയതിന് ശേഷം അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് വന്നപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരു ഡിസയർ ആവശ്യമായി. അങ്ങനെ ആവശ്യമായ സംഭവം അവരുടെ ആക്ഷൻ ചെയ്യാണ്, അതായത് അത് വാങ്ങാണ്, ബൈ ചെയ്യാണ്. അപ്പം ഇതാണ് ഐഡ മോഡൽ എന്ന് പറയണത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നിൽക്കില്ല. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എവരി പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയോട് ക്ലിയർ ആയിട്ട് ജാർഗഡ് ആയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാതെ അവർ ക്ലിയർ ആയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് സ്പോക്കൺ മാത്രമല്ല വരുന്നത്, നമ്മുടെ ബോഡിയും കൂടി അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത്. അതായത് ബോഡി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ഇതൊക്കെ രീതിയിലാണ് ബോഡി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അത് നമ്മൾ ഒരാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് നോർമലി അയാൾക്ക് വരുന്നതാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജും കൂടി നോർമലി അയാളെ ആ ഒരു രീതി അങ്ങനെ ആയിരിക്കും. അതാണ് അപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ ഈ ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസിലൊരു 9 കീ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റിനുള്ളിൽ പറഞ്ഞ പറഞ്ഞ പോയിന്റ്സിനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഒറാലായിക്കൊണ്ട് ആ രീതിയിലോട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ്. അപ്പോൾ അത്തരം കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറ്റൊരു വ്യക്തിനോട് ചെയ്യുന്ന സമയത്ത് ഈ ഭയങ്കര ക്ലിയർ ആയിക്കൊണ്ട് അവർക്ക് ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും അവർക്ക് കൺവേ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ജാർഗണായിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ രീതിക്കുള്ള വേണം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അവർക്ക് പെട്ടെന്നത്
ഉൾക്കൊള്ളാനും ലൈക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ എന്താണ് ഈ പറയുന്നത് അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എന്താണോ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം. അതുപോലെ തന്നെ ഇവിടെ അവർ എന്താണ് ഷെയർ ചെയ്യണത്, അതായത് അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, ഐഡിയാസ്, ഇതൊക്കെയാണ് ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ അവർ ഷെയർ ചെയ്യുന്നത്. രണ്ടാമതാണ് എഫക്റ്റീവ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ നോൺ വെർബലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും അവർ കമ്മ്യൂണിക്കേഷൻ ബൈ വെർബൽ അല്ല, ലൈക്ക് ഒറാൽ, റിട്ടേൺ, ആ രീതിക്കല്ല. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഗെസ്റ്റേഴ്സ്, അതുപോലെ പോസ്റ്റേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അതർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ആംഗ്യങ്ങൾ, ബോഡി ലാംഗ്വേജ് എന്ന് വരുന്ന ഓരോ ആംഗ്യങ്ങൾ, സ്മൈലീസ്, ഇത് രീതിയിലാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇതാണ് എന്ത് എഫക്റ്റീവ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ദ തേർഡ് വൺ ഈസ് ഗുഡ് ബിഹേവിയർ. ഗുഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഏത് രീതിയിലായിക്കോട്ടെ, വെർബലായിക്കോട്ടെ നോൺ വെർബലായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിൽ പോലും അവർ നമ്മളൊരു മാനേഴ്സ് കൊടുത്തിട്ട് വേണം അവരോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവരോടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, ഒരു റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുക. ഇതാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. തേർഡ് വൺ. ഇനി അടുത്ത ഫോർത്ത് വൺ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെർബലല്ല, അതായത് പോസ്റ്റേഴ്സ്, ഗെസ്റ്റേഴ്സ്, നമ്മൾ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിയുടെ ബോഡി വരെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടും. ഇപ്പോൾ ഗെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിൽ ആ ഒരു ബോഡി മറ്റുള്ള ആളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബോഡി തന്നെ ആ ഒരു റിസീവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതാണ് എന്ത് ബോഡി ലാംഗ്വേജ്. ദ ഫിഫ്ത്ത് വൺ ഈസ് ബീയിങ് ആൻ ആക്റ്റീവ് ലിസണർ. നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് ഫുൾഫിൽ ആവുക, നമ്മൾ ഒരാളെ അങ്ങോട്ട് ജസ്റ്റ് സ്പോക്ക് ചെയ്തു വെച്ചിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ആവൂല. നമ്മൾ ഓപ്പോസിറ്റുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ട്ണർ എന്ത് പറയുന്നു അത് നമ്മൾ നല്ല രീതിയിലോട്ട് കേട്ടിരിക്കണം, ഒരു ആക്റ്റീവ് ലിസണിങ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ആ ഒരു വാല്യൂ നമ്മൾ അവർക്ക് കൊടുക്കണം. അതാണ് ബീങ് ആൻ ആക്റ്റീവ് ലിസണർ എന്ന് പറയുന്നത്. ദ സിക്സ്ത് പോയിന്റ് ഈസ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി അവിടെ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് ഉണ്ടാവുകയാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ മേലൊരു ട്രസ്റ്റ്, അങ്ങനെ ട്രസ്റ്റ് നല്ല രീതിക്കൊരു കമ്മ്യൂണിക്കേഷൻ പോകുന്ന സമയത്ത് ട്രസ്റ്റ് ഉണ്ടാവുന്നു, അത് റിലേഷൻഷിപ്പ് ആകുന്നു, ആൻഡ് ഫ്രണ്ട് ആവുന്നു, അങ്ങനെ പല രീതിയിലോട്ട് അത് പോകാം. അതാണ് ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ദ സെവൻത് പോയിന്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് യൂസിങ് ക്ലിയർ വേർഡ്സ്. നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാത്ത, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ടുള്ള സിംപ്ലി വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് മെസ്സേജാണ് അവരോട് പറയാനുള്ളത് അത് ആ റിസീവറിന് കൈമാറണം. അതിന് വേണ്ടിയിട്ട് യൂസിങ് എ സിംപ്ലി കമ്മ്യൂണിക്കേഷൻ വേർഡ്സ്, നമ്മൾ സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദ 7 പോയിന്റ്സ് ഈസ് പിച്ച്. പിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയുന്ന ടോണുകൾ ചേഞ്ച് ആക്കരുത്. നമ്മൾ എന്ത് മെസ്സേജാണ് മറ്റുള്ള ആൾക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു മെസ്സേജ് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോൺ മാറരുത്. ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എടാ ഇയത് ചെയ്യരുത്, അതിൻ്റെ ടോൺ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നാണ് ഒരു അഡ്വൈസ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടാ അത് ചെയ്യരുത്, അങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ ടോൺ പിച്ച് മാറുന്നു. അപ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തെ അതിൻ്റെ പിച്ചും കൂടി നമ്മൾ അതിൻ്റെ ടോൺ മാറ്റാതെ നമ്മുടെ ആ ഒരു ടോൺ തന്നെ ആക്കി സംസാരിക്കുക. ദ 9th പോയിന്റ് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇവിടെ നമ്മൾ പറയുന്നത് നമുക്കറിയാം സിമ്പതി ആൻഡ് എംപതി അറിയാം അല്ലേ. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ള സങ്കടം എന്താണോ ആ ഒരു സങ്കടത്തിൽ നമ്മളോട് ഏർപ്പെടുക. അതുപോലെ തന്നെ എംപതി എന്ന് പറഞ്ഞാൽ നമ്മളൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് എന്താണോ ആ ഒരു ടൈമിൽ നീഡായിട്ടുള്ള കാര്യം ആ ഒരു നീഡിനെ നമ്മൾ അയാൾക്ക് ചെയ്തു കൊടുക്കുക. എംപത്തൈസിങ് ദ വൺസ് ഇമോഷൻ. ഓക്കെ, അതാണ് പറയണത്. അപ്പോൾ ഇതാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്, അതിൻ്റെ കീ പോയിന്റ്സും. ഓക്കെ,
നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒറാൽ ബേസ്ഡാണ് കമ്മ്യൂണിക്കേഷൻ വരിക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് വേർഡ്സ് രീതിയിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ദ സെക്കൻഡ് വൺ ഈസ് ലിസണിങ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഫുൾഫിൽ ആവുക ഒരാൾ അങ്ങോട്ട് മാത്രം സംസാരിച്ചു ആ രീതിയിലോട്ടല്ല, മറിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ എന്താണ് നമ്മോട് പറയണത് അത് നല്ല രീതിയിലോട്ട് ആക്റ്റീവായിട്ട് ലിസണിങ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫുള്ളാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ ലിസണിങ് ഒക്കെ ലിസൺ ചെയ്തുകൊണ്ട് അവിടെ അദ്ദേഹത്തെ എംപതി ആണോ അല്ലെങ്കിൽ സിമ്പതി ആണോ, അദ്ദേഹത്തിന് എന്ത് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ മാനേജും ചെയ്യുക. തേർഡ് പോയിന്റ് ഈസ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് വെർബലോ ഒറാലോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അപ്പോൾ ഇൻഫോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഫ്രണ്ട്സിന് മെസ്സേജ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ആ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇമെയിൽ ഓർ മെമ്മോ ആ രീതിയിലോട്ട് ആണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ദ ഫോർത്ത് വൺ ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മീൻസ് ഇതൊരു ഒറാൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ റിട്ടേണോ ഒന്നുമല്ല. ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ്. ലൈക്ക് പോസ്റ്റേഴ്സ്, ഗെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇമോജീസ്, ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അങ്ങനെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇവിടെ പ്രകടമാക്കാം. അപ്പോൾ ഇതാണ് ഇൻ്റർപേഴ്സണൽ സ്കില്ലിൻ്റെ 4 ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ്, അതായത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് കുറച്ച് എക്സാമ്പിൾസ് പറയാനുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ടേബിളൊക്കെ ആയിട്ട് അതിന് ചുറ്റും ആൾക്കാരിരിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് ആ രീതിയിലായിരിക്കും. ദ സെക്കൻഡ് വൺ ഈസ് പ്രസൻറ്റേഷൻ. അതായത് ഒരു വ്യക്തി പോയി പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗുഡായി നല്ല രീതിയിലോട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, അവിടെ അയാളുടെ ബോഡി ലാംഗ്വേജും ഇമ്പ്രൂവ് ആവുന്നു, അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ബോഡി ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഈസ് ഫോൺ കോൾസ്. ഫോൺ കോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് വിത്തൗട്ട് വിഷ്വൽ, നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത്, ഒരു നോർമൽ കോൾ ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസ് അല്ല, അതായത് ഒരു കാര്യം വിഷ്വൽ ചെയ്തിട്ടല്ല നമ്മൾ എന്താണെന്ന് പറയുന്നത് മറ്റുള്ള ആ ഒരു റിസീവർ കേൾക്കുന്നത്. ഇവിടെ വിത്തൗട്ട് വിഷ്വൽ ആണ്. അങ്ങനെയാണ് അത് ഒറാലായിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ദ ഫോർത്ത് വൺ ഈസ് ഇമെയിൽ എന്ന് പറയുമ്പോൾ പങ്ക്ച്വേഷൻ ആൻഡ് പ്രോപ്പർ വേർഡ് പ്ലേസ്മെൻറ്റ്സ്. അതായത് ഇവിടെ നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇമെയിൽ ആകുമ്പോൾ ഇവിടെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വേർഡ് പങ്ക്ച്വേഷൻ ഉണ്ടാവും, വേർഡ്സിൻ്റെ ഒരു ലൈന്, അതിനനുസരിച്ചിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ദ ഫിഫ്ത്ത് വൺ ഈസ് ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് പല രീതിയിലോട്ടുണ്ട്. ഫോർമലേക്കാളുണ്ട്, ഇൻഫോർമലേക്കാളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് പോവുകയാണ് ഇമെയിൽ. അപ്പോൾ ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമെയിൽ റെഡിയാക്കുന്ന സമയത്ത് എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത്. ഫസ്റ്റ് വൺ ആണ് യൂസ് എ ക്ലിയർ സബ്ജക്റ്റ് ലൈൻ. അതായത് നമ്മളൊരു ക്ലിയർ ആയൊരു സബ്ജക്റ്റ് ലൈൻ യൂസ് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ ഈ ഒരു ഇമെയിൽ അയക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു സബ്ജക്റ്റ് ലൈൻ കാണുമ്പോൾ പെട്ടെന്നൊരു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ അയച്ചത് എന്നുള്ള ആ ഒരു പർപ്പസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള സബ്ജക്റ്റ് ലൈൻ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബിഗിൻ വിത്ത് എ പ്രോപ്പർ ഗ്രീറ്റിംഗ്. അതായത് നമ്മളൊരു ഇമെയിൽ തുടങ്ങുന്ന സമയത്ത് നല്ലൊരു ആശംസയോടെ ഗുഡ് മോർണിംഗ് സർ, നല്ലൊരു ഗ്രീറ്റിങ്ങോടെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ഗ്രീറ്റിങ്ങോടെ ഇമെയിൽ തുടങ്ങാം. തേർഡ് പോയിന്റ് ഈസ് കീപ് ദ ഇമെയിൽ ബ്രീഫ് ആൻഡ് റെലവൻറ്റ്. അതായത് ആ ഇമെയിൽ നമ്മൾ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ബ്രീഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കമ്മ്യൂണിക്കേഷൻ അതിൽ കൊടുത്തിട്ട് വളരെ ചെറിയ ബ്രീഫായിട്ടുള്ള രീതിയിൽ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ പറയുന്ന കാര്യം റെലവൻ്റ് ആയിരിക്കണം, അദ്ദേഹത്തിന് മനസ്സിലാവണം, നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യത്തെ അവിടെ വ്യക്തമാക്കണം, അതും ബ്രീഫായിട്ടുള്ള രീതിയിലോട്ട് വ്യക്തമാക്കണം. ദ ഫോർത്ത് പോയിന്റ് ഈസ് യൂസ് പ്രൊഫഷണൽ ലാംഗ്വേജ്. നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാവണം അവിടെ ലാംഗ്വേജ് യൂസ് ചെയ്യാണ്. നമ്മളൊരു ഇമെയിലേക്കാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻസും ഒക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു മാനേഴ്സിൻ്റെ ഒരു ലാംഗ്വേജിൽ വേണം നമ്മൾ ആ ഒരു ഇമെയിൽ റെഡിയാക്കാൻ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ബി കോഷ്യൻസ് വിത്ത് ഹ്യൂമർ ആൻഡ് ഇമോഷൻസ്.
നമ്മുടെ ഇമോഷൻസൊക്കെ അതിലൂടെ പങ്കിടുന്ന സമയത്ത് നമ്മളൊരു കോഷ്യൻസ്, അതായത് നമ്മൾ അതിൽ ജാഗ്രത പാലിക്കണം. കാരണം നമ്മൾ ഇമോഷൻസാണ് പങ്കിടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോണോ ഒന്നും മാറാൻ പാടില്ല. നമ്മൾ എന്താണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ടോണ്, അതുപോലെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറൊരു ടോണിലോട്ട് മാറാൻ പാടില്ല. അപ്പോൾ ആ ഒരു ജാഗ്രത, കോഷ്യൻ നമ്മൾ പാലിക്കണം. നെക്സ്റ്റ് 6th പോയിന്റ് എന്ന് പറയുന്നത് യൂസ് പ്രോപ്പർ ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. നമ്മളൊരു ഇമെയിൽ റെഡിയാക്കുന്ന സമയത്ത് ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ബി മൈൻഡ്ഫുൾ ഓഫ് ദ 2CC ആൻഡ് BCC ഫീൽഡ്. അപ്പോൾ CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പിയാണ്. അപ്പോൾ അതായത് നമ്മളൊരു നമ്മളൊരു ഫ്രണ്ടിന് ഇമെയിൽ അയക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിനൊരു കമ്പനീൻ്റെ ബേസിലാണ് നമ്മൾ ആ ഒരു ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ നമ്മുടെ മാനേജർ പറയാണ് ഈ ഇമെയിൽ അയക്കുമ്പോൾ ആ സെയിം ടൈം മാനേജറിനും പോകണം. അപ്പോൾ നമ്മൾ ഈ 2 എന്നുള്ളിടത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇമെയിൽ എഴുതുന്നു, അവിടെ CC എന്നുള്ള സ്ഥലത്ത് നമ്മുടെ മാനേജറിൻ്റെ ഇമെയിൽ കൊടുക്കുന്നു. ഇനി ഈ ഒരു മാനേജറിൻ്റെ ഇമെയിൽ പോവുണ്ട്, അതായത് ഈ നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന ഇമെയിൽ സെയിം ടൈം മാനേജറിന് പോവുണ്ടെന്ന് നമ്മൾ ഫ്രണ്ട് അറിയണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനേജറിൻ്റെ ഇമെയിൽ BCC എന്നുള്ള ഓപ്ഷനിൽ വേണം കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, യൂസ് എ പൊളൈറ്റ് ക്ലോസിങ്. നമ്മളൊരു ഇമെയിൽ അങ്ങനെ എല്ലാം അതിൽ റിട്ടേണൊക്കെ എഴുതി കഴിയാൻ നേരത്തെ അത് എൻഡ് ചെയ്യണ സമയത്ത് ഒരു പ്രൊഫഷണൽ കോട്ടോട് കൂടിയിട്ട് ആ ഒരു ഇമെയിൽ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി. നമ്മളൊരു ഇമെയിലിൽ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണം. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡ് ഓൾ ക്യാപ്സ്. അതായത് ഈ വലിയ വേർഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് പോയിന്റ്, ലിമിറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ആൻഡ് ഫയൽ സൈസസ്. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓരോ ഫയൽസ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ ലിമിറ്റിൽ ചെറിയ സൈസിൽ ഫയൽസൊക്കെ അറ്റാച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മൾ ഇമെയിൽസ് പെട്ടെന്ന് റിസീവറിൻ്റെ അടുത്ത് എത്തുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവോയ്ഡ് റിപ്ലൈയിങ് ടു ഓൾ വെൻ നോട്ട് നെസസറി. അതായത് നമ്മൾ മാക്സിമം ആവശ്യമില്ലാത്ത ഇമെയിൽസിനൊക്കെ റിപ്ലൈ കൊടുക്കണം അവോയ്ഡ് ചെയ്യുക. ആവശ്യമുള്ള ഇമെയിൽസിന് മാത്രം നമ്മൾ റിപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇമെയിലിൻ്റെ ഇറ്റിക്വിറ്റീസ്, അതായത് ഇമെയിലിൻ്റെ മര്യാദകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അനാട്ടമി ഓഫ് എ പ്രൊഫഷണൽ ഇമെയിൽ. അതായത് ഒരു പ്രൊഫഷണലി ഒരു ഇമെയിൽ അയക്കുന്ന സമയത്ത് അതിൻ്റെ 5 കീ കോമ്പോണൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, സബ്ജക്റ്റ് ലൈന്. അതായത് നമ്മൾ ആർക്കാണോ ഈ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നത്, അപ്പോൾ അയാൾ ആ ഒരു ഇമെയിൽ കാണുന്ന സമയത്ത് ഫസ്റ്റ് അയാൾ സബ്ജക്റ്റ് ലൈനിലോട്ടാണ് പോവുക. ഇതെന്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ഇമെയിൽ അയച്ചിരുന്നത്, നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റ് ലൈൻ കൊടുക്കണം. പിന്നെ സാലുറ്റേഷൻ, അതായത് നമ്മളൊരു ഗ്രീറ്റിംഗ്, എക്സാമ്പിൾ ഡിയർ, അങ്ങനെ ഒരു ഗ്രീറ്റിങ്ങോട് വേണം ആ ഒരു ഇമെയിൽ റെഡിയാക്കാനും. 3, ബോഡി, കൺവേ മെസ്സേജ് ക്ലിയർലി കൺസൈൻസ്ലി. നമുക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത് അത് ക്ലിയർ ആയിക്കൊണ്ട് അവിടെ പ്രസൻറ്റ് ചെയ്യണം. 4, ക്ലോസിങ്, അതായത് ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടൊരു നല്ലൊരു രീതിയിലോട്ട് ക്ലോസ് ചെയ്യുക. 5, സിഗ്നേച്ചർ, ആരാണ് ഈ ഒരു ഇമെയിൽ റെഡി ആക്കുന്നത് അവരുടെ ഒപ്പ് അതൊക്കെ എഴുതിയിട്ട് പേരൊക്കെ എഴുതിയിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു പ്രൊഫഷണൽ ഇമെയിലിൻ്റെ കീ കോമ്പോണൻസ് എന്ന് പറയുന്നത്.